സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, ഇനി ഈ ലോകത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഈ ലോകം മുഴുവനിലും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് പ്രവചനമില്ല, അന്യഭാഷയില്ല, വീര്യപ്രവർത്തികളില്ല. അപ്പോൾ തന്നെ ദൈവം സർവശക്തനാണ്. ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ഇന്ന് കൃപായുഗത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന വചനപ്രകാരം ദൈവം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് എനിക്ക് ഭാവിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് പറയാൻ സാധിക്കും എന്ന് ചില പ്രിയപ്പെട്ടവർക്കൊരു ആശങ്കയുണ്ടായിരിക്കാം. എന്നാൽ ഞാനൊരു പ്രവാചകനല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രവചിച്ചൊന്നും പറയുവാൻ സാധ്യമല്ല. മറിച്ച് ദൈവത്തിൻ്റെ പ്രവാചകന്മാർ തിരുവെഴുത്തുകളിൽ പ്രവചിച്ചു വെച്ചിരിക്കുന്ന സത്യങ്ങളെ മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ ഭൂമിയിൽ ഈ കഴിഞ്ഞ നാളുകളൊക്കെയും ഇതുവരെയും നടന്ന സംഭവങ്ങളെ പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യുമ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബൈബിളിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കഴിഞ്ഞുപോയ ചരിത്രത്തിൽ എന്ന പോലെ തന്നെ വീണ്ടും ഇത് സംഭവിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ ചരിത്രത്തെക്കുറിച്ച് ദൈവവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് പോലെ സംഭവിച്ചുവെങ്കിൽ വരുവാനുള്ള കാര്യത്തെക്കുറിച്ചും വചനം പറഞ്ഞിരിക്കുന്നത് കൃത്യമായി സംഭവിക്കും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് തിരുവെഴുത്തിൽ പ്രവചനത്തിൽ നോക്കി അത് മനസ്സിലായതിൻ്റെ വെളിച്ചത്തിൽ അതിലൂടെ ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഇതിനാധാരമായ ഒന്ന് രണ്ട് വാക്യങ്ങളെ നമുക്കൊന്ന് വായിക്കണം. കാരണം എല്ലാ മനുഷ്യർക്കും നമ്മുടെ ഭാവിയെക്കുറിച്ച് അറിയുവാൻ വളരെ താല്പര്യമാണ്. എന്ന് പറഞ്ഞാൽ നാളെ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് അറിയുവാൻ. അതുകൊണ്ടാണ് പല നിലകളിൽ ഭാവിയെ അറിയുവാൻ വേണ്ടി പ്രവാചകന്മാരുടെ അടുക്കിലേക്കും, അല്ലെങ്കിൽ കൈനോട്ടക്കാരുടെ അടുക്കിലേക്കും, അല്ലെങ്കിൽ മറ്റുള്ള വിധത്തിൽ ഭാവിയെ അറിയുവാൻ ആരെങ്കിലും നമ്മെ സഹായിക്കുവാൻ തയ്യാറാണെങ്കിൽ അവരുടെ അടുക്കിലേക്ക് ഓടുന്നൊരു ശീലം നമുക്കുണ്ട്. എന്നാൽ നമ്മുടെ ഭാവിയെക്കുറിച്ചും കഴിഞ്ഞുപോയ ചരിത്രത്തെക്കുറിച്ചും ഇന്നുള്ളതിനെക്കുറിച്ചും വരുവാനിരിക്കുന്ന ചരിത്രത്തെക്കുറിച്ചും വ്യക്തമായി ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആധികാരികമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ഭാവിയെക്കുറിച്ച് ദൈവവചനം എന്തു പറയുന്നു എന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായത്തിൻ്റെ 11 വാക്യത്തിൽ പറയുകയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ തൻ്റെ ജനമായ ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ് ഈ പ്രവചനമെങ്കിലും ലോകത്തിലെ സകല സൃഷ്ടികളെക്കുറിച്ചും സകല മനുഷ്യരെക്കുറിച്ചും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒരു പദ്ധതിയുണ്ട്. എഫെസ്യ ലേഖനം 1 അധ്യായം വായിക്കുമ്പോഴും ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ചും ഒക്കെയും അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ച്, ലോകത്തിലെ സകല മനുഷ്യരെക്കുറിച്ചും വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, അത് ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമുള്ള ഒരു ശുഭഭാവിക്കുള്ള ഒരു പദ്ധതിയാണ് എന്നുള്ളതാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായത്തിൻ്റെ 11 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ ഇതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33 അധ്യായത്തിൻ്റെ 3 വാക്യം ഒന്ന് വായിക്കേണ്ടി വരും. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. കണ്ടോ, ദൈവം പറയുകയാണ്, എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് സത്യങ്ങളെ വെളിപ്പെടുത്തി തരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്കും ശക്തിക്കും അതീതമായ, അഗോചരമായിരിക്കുന്ന, മറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങളെ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം അത് പറഞ്ഞു തരുവാനിടയായിത്തീരും. ചരിത്രം പഠിക്കുമ്പോൾ ദാനിയേൽ എന്ന പ്രവാചകനോടും അല്ലെങ്കിൽ തൻ്റെ അപ്പോസ്തലന്മാരോടും പ്രവാചകന്മാരോടും ഒക്കെ ദൈവം ഇത്തരത്തിലാണ്, ദൈവത്തെ വിളിച്ചപേക്ഷിച്ചവർക്കാണ് ദൈവം ഈ കൃപ കൊടുത്ത് ഈ സത്യങ്ങളെ അവർക്ക് ഗ്രഹിപ്പിക്കുവാൻ ഇടയായിത്തീർന്നത്. അങ്ങനെ അവർ പ്രവചിച്ചു, നമ്മുടെ കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചു. എന്നാൽ നമുക്കൊരു വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 23 അധ്യായത്തിൻ്റെ 21, 22 വാക്യങ്ങൾ. ദൈവത്തിന് ഈ ജനത്തോടുള്ളൊരു പരാതിയും ആകുലതയും, എന്നാൽ ദൈവത്തിന് ഈ ജനത്തോടുള്ള ആവശ്യവും ദൈവം അറിയിക്കുകയാണ്. എന്താണ് അവിടെ പറയുന്നത്? ആ പ്രവാചകന്മാരെ ഞാൻ അയച്ചിട്ടില്ല, എന്നിട്ടും അവർ ഓടി നടന്നു, ഞാൻ അവരോട് സംസാരിച്ചില്ല, എന്നിട്ടും അവർ പ്രവചിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം പറയുകയാണ്, ഞാൻ ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പ്രവചിക്കാനും പറഞ്ഞിട്ടുമില്ല, എന്നിട്ട് അവർ ഓടി നടന്ന് പ്രവചിക്കുകയാണ് എന്നാണ് ദൈവത്തിൻ്റെ പരാതി. അപ്പോൾ തന്നെ ദൈവം പറയുകയാണ്, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹവും സങ്കടവും പറയുകയാണ്,
എൻ്റെ സന്നദ്ധിയിൽ വന്നിരുന്നെങ്കിൽ എൻ്റെ ജനത്തോട് അവർ എൻ്റെ വാക്കുകൾ ഘോഷിച്ച് ദുർമാർഗങ്ങളിൽ നിന്നും ദുഷ്പ്രവൃത്തികളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുമായിരുന്നു. അപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ പറയാതെ ഓടി നടന്ന് പ്രവചിക്കുകയും അല്ലെങ്കിൽ സുവിശേഷം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അവരെ നോക്കി കർത്താവ് പറയുകയാണ്, അവർ എൻ്റെ സന്നദ്ധിയിലൊന്നിരുന്നെങ്കിൽ, എൻ്റെ ആലോചന സഭയിലൊന്നിരുന്നെങ്കിൽ ഞാൻ അവർക്ക് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുകയും ആ സത്യമായ കാര്യം തൻ്റെ ജനത്തോട് അറിയിച്ച് അവരുടെ ആകാത്ത വഴിയിൽ നിന്നും അവരെ വിടുവിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അവരെ നടത്തുമായിരുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നമ്മൾ വായിച്ച 3 വാക്യങ്ങൾ വായിച്ച് ഒരു വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. സദൃശവാക്യം 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവിൻ, ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും, എൻ്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും. ദൈവം പറയുകയാണ്, ദൈവത്തിൻ്റെ ശാസനയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ചെരിഞ്ഞുകൊള്ളണം, തിരിഞ്ഞുകൊള്ളണം. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് പകർന്നു തരുമെന്നാണ് ദൈവം പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ പ്രാരംഭമായി ചിന്തിച്ചത്? ഒന്ന്, ദൈവത്തിന് നമ്മെക്കുറിച്ച് വ്യക്തമായൊരു പദ്ധതിയുണ്ട്. ഇതറിയണമെങ്കിൽ ദൈവത്തോട് നാം അത് ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോൾ വ്യക്തമായി ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആലോചനകളെ നമ്മുടെ ഹൃദയത്തിലേക്ക് പൊഴിച്ചു തരും എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ വ്യാജമായി ദൈവം പറയാതെ പ്രവചിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് പറയുകയാണ്, ദൈവസന്നിധിയിൽ ഇരുന്നുവെങ്കിൽ ഞാൻ അവർക്കത് പറഞ്ഞു കൊടുക്കുകയും അവർ അത് സത്യമായും കൃത്യമായി ജനത്തിൻ്റെ അടുക്കിലേക്ക് കൊടുക്കുകയും ജനം അങ്ങനെ രക്ഷിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹവും ഹിതവും എല്ലാം ഇവിടെ വെളിപ്പെടുത്തിയിട്ട് പറയുകയാണ്, എൻ്റെ പാദപീഠത്തിൽ ഇരുന്നത് പഠിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെയുള്ളവരെ കൊണ്ടാണ് ജനത്തെ കൃത്യമായ സത്യത്തിലേക്ക് നടത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ പ്രാരംഭമായി ചിന്തിച്ചത്. അപ്പോൾ തന്നെ ഭാവിയിൽ അല്ലെങ്കിൽ മുന്നോട്ട് ഈ ലോകത്ത് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു വിഷയമാണ് നമുക്ക് കൈകാര്യം ചെയ്യാനുള്ളത്. ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ഇവിടെ ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ അതിൻ്റെ 32-ാം വാക്യത്തിൽ ദൈവം പറയുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെയും ദൈവം മുദ്രയിട്ട് വെച്ചിരിക്കുകയാണ്, തക്ക കാലത്ത് ആ മുദ്രകളെ പൊട്ടിച്ച് ന്യായവിധി നടത്തും എന്നുള്ളതാണ്. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവം തൻ്റെ സമയങ്ങളിൽ അതാത് മുദ്രകളെ പൊട്ടിച്ച് കൃത്യമായ കണക്ക് കൂട്ടി ഈ ലോകത്തോട് ദൈവം ഇടപെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അതിനാധാരമായി വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായവും 6, 7, 8, 9 ഈ 4 അധ്യായത്തിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ 6-ാം അധ്യായത്തിലെ ചില കാര്യങ്ങൾ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ഇതുവരെ എത്ര കാര്യങ്ങൾ ഈ 2000 വർഷമായി യോഹന്നാൻ ഈ വെളിപ്പാട് പുസ്തകം എഴുതി വെച്ചിട്ട് യോഹന്നാന് ലഭിച്ച വെളിപ്പാട് AD 95 ലഭിച്ചു. അന്ന് മുതൽ 2024 വരെ എന്തൊക്കെ സംഭവിച്ചു, ഇപ്പോൾ നമ്മൾ ഏത് മുദ്രയിലാണ്, ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് തൊട്ടടുത്ത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കും. അതിനുശേഷം ഈ ലോകത്ത് വരുവാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചുരുക്കം വാക്കുകളിൽ ഞാനൊന്ന് വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നു. വളരെ ശ്രദ്ധയോടു കൂടി ഇരുന്നാൽ നമുക്കിതൊരു അനുഗ്രഹമായി തീരും. പ്രിയമുള്ളവരെ, 6-ാം അധ്യായത്തിലേക്കും വരികയാണ്. ചുരുക്കമായ ചില കാര്യങ്ങൾ മാത്രം ഞാനത് അവിടെ പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യമായി പറയേണ്ട വിഷയങ്ങളിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതായത് 6-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കർത്താവ് യേശു ക്രിസ്തു മുദ്രകൾ പൊട്ടിക്കുകയാണ്. 7 മുദ്രകളുള്ള ഒരു പ്രത്യേക ദൈവിക ന്യായവിധികളെ ഒന്നൊന്നായി കർത്താവ് പൊട്ടിക്കുകയാണ്. അപ്പോൾ 1-ാം മുദ്ര പൊട്ടിക്കുന്നു, 2-ാം മുദ്ര പൊട്ടിക്കുന്നു, 3-ാം മുദ്ര പൊട്ടിക്കുന്നു, 4-ാം മുദ്ര പൊട്ടിക്കുന്നു, 5-ാം മുദ്ര പൊട്ടിക്കുന്നു, 6-ാം മുദ്ര പൊട്ടിക്കുന്നു, ശേഷം 7-ാം മുദ്ര പൊട്ടിക്കുന്നു. അപ്പോൾ ഓരോ മുദ്രകൾ പൊട്ടിക്കുമ്പോഴും യോഹന്നാൻ AD 95 കാണുന്ന വെളിപ്പാടനുസരിച്ച് AD 95 മുതൽ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതുവരെ നിലവിൽ നമുക്ക് 4-ാം മുദ്ര പൊട്ടിയ സാഹചര്യത്തിലാണ് നാം ഇന്നിവിടെ ആയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം 1-ാം മുദ്ര പൊട്ടിയപ്പോൾ ഒരു വെള്ളക്കുതിരയെ കണ്ടു, 2-ാമത്തെ മുദ്ര പൊട്ടിയപ്പോൾ ഒരു ചുമന്ന കുതിരയെയാണ് കാണുന്നത്, പിന്നെ 3-ാമത്തെ മുദ്രയിൽ ഒരു കറുത്ത കുതിരയെ കാണുന്നു, അപ്പോൾ തന്നെ 4-ാമത്തെ മുദ്രയിൽ ഒരു മഞ്ഞ കുതിരയെ കാണുന്നു, അങ്ങനെ 5-ാം മുദ്രയിൽ കുറേ രക്തസാക്ഷികളെ കാണുന്നു, 6-ാം മുദ്രയിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ റാപ്ചർ നമ്മൾ കാണുന്നു. വളരെ ശ്രദ്ധിക്കണം, കാരണം ഈ ലോകത്ത് ഒത്തിരി പഠനങ്ങൾ തെറ്റിദ്ധാരണ പടർത്തിയിരിക്കുന്നത് കൊണ്ട് സത്യം പറയുമ്പോൾ നെറ്റിച്ചൊളിയരുത്. കൃത്യമായിട്ട് പറയുമ്പോൾ അത് മനസ്സിലാക്കി അത് അങ്ങനെ തന്നെയോ എന്ന് തിരുവചന അടിസ്ഥാനത്തിൽ അത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ 7-ാം മുദ്ര പൊട്ടുമ്പോൾ തുടർന്നുള്ള ചില കാര്യങ്ങൾ കൂടി സംഭവിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് നമ്മൾ 4-ാം മുദ്ര പൊട്ടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും?
കഴിഞ്ഞ ചരിത്ര നൂറ്റാണ്ടുകളിൽ നടന്ന ചരിത്രങ്ങളെ പഠിക്കുമ്പോൾ ഇവിടെ ഇതാ വെള്ളക്കുതിര എന്ന് പറയുന്നൊരു കുതിര പ്രത്യക്ഷപ്പെട്ടു. ആ കുതിരയുടെ സമയത്ത് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അത് വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ രണ്ടാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ വരുന്ന ചുമന്ന കുതിര മനുഷ്യൻ അന്യോന്യം കൊല്ലുന്നു, ഭൂമിയിൽ സമാധാനക്കേടുണ്ടാകുന്നു, വാൾ, യുദ്ധങ്ങൾ, മരണങ്ങൾ ഇതെല്ലാം സംഭവിക്കുന്ന ഒരു സമയമാണ് ആ മുദ്രയെക്കുറിച്ച് പറയുന്നത്. എന്നാൽ അടുത്ത മുദ്ര പൊട്ടുമ്പോൾ പറയുകയാണ്, തുലാസുണ്ട്, ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷ്യ സംബന്ധമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം വാക്യങ്ങളെ വായിക്കുമ്പോൾ പ്രവാചകനോടുള്ള ബന്ധത്തിൽ, ഇസ്രായേൽ ആ പ്രവാസത്തോടുള്ള ബന്ധത്തിൽ അവിടെ അപ്പവും വെള്ളവും തൂക്കി ഭക്ഷിക്കുന്ന, അളന്ന് ഭക്ഷിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തന്നെ 4-ാം മുദ്ര പൊട്ടുമ്പോൾ അതിൻ്റെ പേര് തന്നെ മരണം എന്നുള്ളതാണ്. ഒരു മഞ്ഞക്കുതിര പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് പറയുകയാണ്, പാതാളം അതിനെ പിന്തുടരുന്നു എന്ന് പറഞ്ഞാൽ ഒത്തിരി പേർ മരിച്ചു വീഴുന്നൊരു കാഴ്ചയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. തന്നെയുമല്ല അവിടെ പറയുകയാണ്, വാള്, ക്ഷാമം, പകർച്ചവ്യാധി, ഭൂമിയിലെ കാട്ടുമൃഗം എന്നിവയാൽ എന്ത് സംഭവിക്കും? ജനസംഖ്യയിൽ 4/1, ഭൂമിയിൽ 4/1 ഇവയാൽ മരിക്കും എന്നുള്ളതാണ് പറയപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമായിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ, അപ്പോൾ തന്നെ കഴിഞ്ഞുപോയ ചരിത്രങ്ങൾ നോക്കുമ്പോൾ വാള്, ക്ഷാമം, പകർച്ചവ്യാധി, മനസ്സിലായോ? 2018 2020 കാലഘട്ടത്തിൽ നമുക്ക് വന്ന കൊറോണയെക്കുറിച്ച് നമുക്കറിയാം. ലോകം മുഴുവനും പകർച്ചവ്യാധിയാൽ അനേകരും മരിക്കുവാനിടയായി തീർന്നു. അതിലും നൂറ്റാണ്ടുകൾക്ക് മുൻപ് പല വിധത്തിലുള്ള പകർച്ചവ്യാധിയാൽ ഈ ലോകത്ത് നിന്ന് അനേകർ മാറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ AD 1-ാം നൂറ്റാണ്ട് മുതൽ ജെറുസലേമിനോടുള്ള ബന്ധത്തിൽ, ആലയം തകർക്കപ്പെടുന്നതിനോടുള്ള ബന്ധത്തിൽ പോലും അന്ന് തന്നെ 15 ലക്ഷം യഹൂദർ മരിക്കുവാനിടയായി തീർന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ തന്നെ അനേകം വ്യക്തി ജീവിതങ്ങൾ അങ്ങനെ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ക്ഷാമം കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും, അപ്പോൾ തന്നെ ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും ഇത്തരത്തിലുള്ള ഒരു വ്യാധിയാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ദൈവത്തിൻ്റെ ന്യായവിധിയാൽ ഈ ലോകത്തിൽ നിന്നും 4/1 ജനസംഖ്യ മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ദൈവവചനം പറയുന്നത്. എങ്കിൽ പുറകോട്ടുള്ള ചരിത്രം, 2000 വർഷത്തെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കുക. ഇന്ന് ലോകത്തുള്ള ജനസംഖ്യയുടെ 4/1 മരിച്ചിട്ടുണ്ടോ എന്നുള്ളത് കണക്കെടുത്ത് നോക്കുക. ഒരുപക്ഷെ നമ്മുടെ കണക്ക് പുസ്തകത്തിലോ ലോകത്തിൻ്റെ കണക്ക് പുസ്തകത്തിലോ കാണാത്തത് ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ കൃത്യമായിരിക്കും. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, 4/1 അതിനാൽ തീരും എന്നുള്ളത്. എന്നാൽ ഈ 4-ാം മുദ്രയുടെ ഈ കാലയളവിൽ നാം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ 4-ാം മുദ്രയിൽ പറയപ്പെട്ടിരിക്കുന്ന അവസാന ന്യായവിധിയായ ഈ കാട്ടുമൃഗങ്ങളെ കൊണ്ടുള്ള ഈ ശല്യം, ഇതുമൂലം ലോകത്ത് മുഴുവനും വളരെ പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ 4-ാം മുദ്ര പൊട്ടിയിരിക്കുമ്പോൾ അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ക്രമമായി പഠിക്കുമ്പോൾ അവസാനമായി സംഭവിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കാട്ടുമൃഗങ്ങളെ കൊണ്ടുള്ള ആക്രമണമാണ്. അതിൻ്റെ ആ ഒരു സ്റ്റേജ്, അതിൻ്റെ പാരമ്യത്തിൽ എത്തിക്കഴിയുമ്പോൾ 5-ാം മുദ്ര പൊട്ടുകയാണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായി അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴെ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായം വിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയോളം അല്പം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. പ്രിയമുള്ളവരെ, ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മൃഗശല്യങ്ങൾ കഴിയുമ്പോൾ അധിക താമസിക്കാതെ തന്നെ 5-ാം മുദ്ര പൊട്ടുന്നതായിരിക്കും. 5-ാം മുദ്ര പൊട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ രക്തസാക്ഷി മരണങ്ങൾ സംഭവിക്കുമെന്നുള്ളതാണ് ദൈവവചനത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ സുവിശേഷം പറയുന്നവർ ഏതെങ്കിലും വിധേന ആളുകൾ കൊന്നുകളയുകയോ അല്ലെങ്കിൽ രക്തം ചിന്തി മരിക്കുവാനിടയായി തീരുകയോ ചെയ്യുന്ന ഒരു കാലഘട്ടം വരും. എന്ന് പറഞ്ഞാൽ സ്തേഫാനോസിനെ വധിച്ച കാര്യം നമുക്ക് ബൈബിളിൽ അറിയാം. അപ്പോൾ തന്നെ ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് നടക്കുമ്പോൾ തന്നെ അവരെ കല്ലെറിയുകയും കൊല്ലുകയും പീഡിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ സ്തേഫാനോസ് എന്ന് പറയുന്ന മനുഷ്യനെയും കൂടി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞ ആ മനുഷ്യനെ കൂടി കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്ന പദ്ധതിക്ക് വിരാമം കുറിച്ച്, എന്ന് പറഞ്ഞാൽ
ഇസ്രായേൽ എന്നുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ പദ്ധതിയിൽ നിന്നും ദൈവം അതിനെ നിർത്തൽ ചെയ്തുകൊണ്ട് ജാതികളിലേക്ക് ദൈവം കൃപായുഗ സുവിശേഷം പൗലോസിനോട് വെളിപ്പെടുത്തി അയക്കുവാനിടയായിത്തീർന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് രാജ്യത്തിൻ്റെ സുവിശേഷം നിർത്തൽ ചെയ്യുവാനിടയായി കാരണം അവിടെ രക്തച്ചൊരിച്ചിൽ നടന്നു. ദൈവം അയച്ചവരെ എല്ലാം കൊല്ലുകയാണ്, പീഡിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവം എന്ത് ചെയ്തു? ആ പദ്ധതിക്ക് വിരാമം കുറിച്ചുകൊണ്ട് മറ്റൊരു പദ്ധതി, യഹൂദരിൽ നിന്നും ജാതികളിലേക്ക് ഈ രക്ഷ പോയി. ആ ജാതികൾ കാലങ്ങളായി 2000 വർഷമായ ദൈവം ഈ കാലഘട്ടം അനുവദിച്ചു. എന്നാൽ ഈ ജാതികളുടെ ഇടയിൽ ഈ സുവിശേഷം പറഞ്ഞ് അനേകർ രക്ഷിക്കപ്പെടുന്നുണ്ട്. ഞാനടക്കം, ഇസ്രായേൽ അല്ലാത്ത എല്ലാവരും ഒരു ജാതികളെന്നാണ് പറയുന്നത് ബൈബിളിൽ. അപ്പോൾ അനേകർ രക്ഷിക്കപ്പെട്ട് മനസ്സിലാക്കി സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ തന്നെ അന്ത്യകാലത്ത് അല്ലെങ്കിൽ ഇസ്രായേലിന് സംഭവിച്ചതുപോലെ തന്നെ ജാതീയ ഗോളത്തിനും സംഭവിക്കും. എങ്ങനെയാണ്? ഈ സുവിശേഷം പറയുമ്പോൾ ഈ സുവിശേഷത്തെ എതിർക്കുകയും ഇത് പറയുന്നവരെ കൊല്ലുവാനും തുടങ്ങുന്ന ഒരു സാഹചര്യം വരും. ഇനി 5-ാം മുദ്ര പൊട്ടിയാൽ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ സുവിശേഷം പറയുന്നവർക്കെതിരെയുള്ള വലിയൊരു ആക്രമണം നടക്കുമെന്നുള്ളതാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം. അത് ഞാൻ പറയുന്നതല്ല, ദൈവവചനത്തിൽ അതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ പറയുന്നു, ഈ 5-ാം മുദ്ര പൊട്ടിക്കഴിയുമ്പോഴാണ് രക്തസാക്ഷി മരണങ്ങൾ സംഭവിക്കുന്നത്. എന്നാൽ ഈ രക്തസാക്ഷി മരണങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവം ജാതികൾക്ക് കൊടുത്തിരിക്കുന്ന ആ ജാതികളുടെ സംഖ്യ തീർത്ത് അല്ലെങ്കിൽ പൂർത്തിയാക്കി ഈ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ ഇവിടുന്ന് റാപ്ചർ ചെയ്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവം നടക്കും. അതാണ് 6-ാം മുദ്രയിൽ സംഭവിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോഴാണ് 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസന്മാരും സ്വതന്ത്രരും ഗുഹകളിലും മലപാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വന്നു വീഴുവിൻ. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിൻ. അവരുടെ കോപദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ലോകത്തെ നടുക്കിക്കൊണ്ട് തനിക്ക് വേണ്ടി കാത്തിരുന്ന വിശുദ്ധരെ, മരിച്ചുപോയവരെ ഉയർപ്പിച്ച് ജീവനോടിരിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തി വലിയൊരു സംഭവത്തോടുകൂടെ ഇവിടെ നിന്നും റാപ്ചറാക്കി സ്വർഗത്തിലേക്ക് എടുക്കുമ്പോൾ ഈ ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ്, ആ പ്രത്യേകമായിട്ടുള്ള 6-ാം മുദ്രയിൽ നടക്കുന്ന റാപ്ചറിനെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങളിൽ പറയുകയാണ്, ഒരു വെള്ളക്കുതിരയെ ഞാൻ കണ്ടുവെന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, അതിന്മേൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അവൻ ഒരു കിരീടവും ലഭിച്ചു, അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ലോകത്തുള്ള സകല ക്രിസ്തീയ ഗോളം വിശ്വസിച്ചിരിക്കുന്നത് ഇത് എതിർ ക്രിസ്തുവാണ് എന്നുള്ളതാണ്. എന്നാൽ അത് എതിർ ക്രിസ്തുവല്ല, ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഈ വെള്ളക്കുതിര ജൈത്രയാത്ര ചെയ്ത് ജയിക്കുന്നവനായും ജയിക്കാനുമായിട്ടാണ് പുറപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ അപ്പോസ്തലനായ പൗലോസിലൂടെ തുടങ്ങിവെച്ച ഈ കൃപയുടെ സുവിശേഷം വിശ്വസിച്ച് ഇന്ന് 2000 വർഷമായപ്പോൾ അനേകം ദൈവമക്കൾ ദൈവസഭയുടെ ഭാഗമായി 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ ഭാവിയിൽ തൊട്ടടുത്തുള്ള ഭാവിയിൽ സംഭവിക്കേണ്ട ഈ റാപ്ചർ സംഭവിച്ച് നാം സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഈ വെള്ളക്കുതിരയിൽ നിന്നും ആ ജയത്രയാത്ര തുടങ്ങിയ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എന്തൊക്കെ അതിജീവിച്ചിട്ടാണ് ഇവിടെ റാപ്ചറായിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അവൻ ജയിക്കുന്നവനായും ജയിക്കാനുമായിട്ടാണ് പുറപ്പെട്ടത്. നമ്മൾ ശ്രീലാളിതരായി നമ്മൾ സ്വർഗത്തിലേക്ക് പോകേണ്ടതിന് വേണ്ടിയിട്ട് അവിടെ നിന്നൊരു യാത്ര ചെയ്തു. ആ യാത്രാ മധ്യേ 2000 വർഷം യാത്ര ചെയ്തു. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, അവർ വിശ്വാസികൾ യാത്ര ചെയ്തു. അവർ എന്തിലൂടെയൊക്കെ കടന്നുപോയി എന്നുള്ളതാണ് 1-ാം മുദ്രയിലും 2-ാം മുദ്രയിലും 3-ാം മുദ്രയിലും 4-ാം മുദ്രയിൽ നമ്മൾ ഇന്നായിരിക്കുന്ന ആ മുദ്രയിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളെ അതിജീവിച്ചിട്ടാണ്, അതിലൊക്കെയും വിജയം വരിച്ചിട്ടാണ് നാം സ്വർഗത്തിലേക്ക് റാപ്ചറായി പോകുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഇത് തെളിയിക്കുവാൻ 1-2 വാക്യങ്ങൾ കൂടി ഒന്ന് വായിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് അതൊന്ന് വായിക്കാം. അതായത് വെളിപ്പാട് പുസ്തകം റോമാലേഖനം 8-ാം അധ്യായം ഒന്ന് എടുക്കാം. റോമാലേഖനം 8-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. നമുക്കൊരു വാക്യം, വളരെ പ്രസക്തമായിട്ടുള്ളൊരു വാക്യമാണ്, അത് നമുക്കൊന്ന് വായിക്കാം. 8-ാം അധ്യായത്തിൻ്റെ
35 മുതൽ അവസാന ഭാഗം വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? കണ്ടോ? അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് വരുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് പൗലോസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ എന്തൊക്കെ വിടുവിക്കുകയില്ല, എന്ത് സംഭവിച്ചാലും ആ ക്രിസ്തുവിൻ്റെ ദൈവസഭ ജയത്തിൽ നിന്ന് ജയത്തിലേക്ക് പോയി റാപ്ചർ സംഭവിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആരാണ് വേർപിരിക്കുന്നത്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ? അപ്പോൾ ഈ കഷ്ടവും സങ്കടവും ഉപദ്രവവും പട്ടിണിയും നഗ്നതയും ആപത്തും ഒക്കെയും ദൈവസഭ നേരിട്ടപ്പോഴും അതിലൊന്നും തളർന്നു പോകാതെ ജയം വരിച്ചുകൊണ്ട് നമ്മൾ ജയശ്രീലാളിതരായി റാപ്ചറിൽ എടുക്കപ്പെടാൻ പോവുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ പറയുകയാണ്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. ഇവിടെയും പൗലോസ് പറയുകയാണ്, ഈ ലോകത്ത് വരുന്ന, അല്ലെങ്കിൽ ഒരു വാക്യം കൂടി ഞാൻ വായിക്കാം: ജീവനോ ദൂതന്മാർക്കോ വാഴ്ചയ്ക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോൾ പൗലോസ് പറയുകയാണ്, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4 മുദ്രകൾ പൊട്ടി 5-ാം മുദ്രയെ പൊട്ടി ആ രക്തസാക്ഷി മരണങ്ങൾ കൂടി സംഭവിക്കുമ്പോൾ 6-ാം മുദ്രയിൽ നാം റാപ്ചറാകും. അപ്പോൾ വെള്ളക്കുതിരയിൽ യാത്ര പുറപ്പെട്ടത് എതിർ ക്രിസ്തുവല്ല, ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്, അല്ലെങ്കിൽ ദൈവമക്കളുടെ ഒരു ജൈത്രയാത്രയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇവയാലെല്ലാം പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പൗലോസ് ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ലോകത്തുള്ള 4 മുദ്രകൾ പൊട്ടുമ്പോഴുള്ള കഷ്ടങ്ങളിൽ ദൈവത്തിൻ്റെ സഭയും ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ തന്നെ ഇതിനെയെല്ലാം അതിജീവിച്ചിട്ടാണ്, ഈ കഷ്ടതകളിൽ നിന്നെല്ലാം 2000 വർഷമായി എത്ര പൂർവ്വപിതാക്കന്മാർ രക്ഷയിലേക്ക് കടന്നു വന്നു. അവരെല്ലാം കഷ്ടതയിലും പട്ടിണിയിലും നഗ്നതയിലും, അല്ലേ? നോർത്ത് ഇന്ത്യയിലേക്ക് നമുക്ക് കാണാം, ക്രിസ്തീയ മിഷനറിമാരെ വിവസ്ത്രരാക്കി തെരുവിലൂടെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അനുഭവിച്ച് ജയം പ്രാപിക്കുന്ന ഒരു കൂട്ടരാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. ആ സഭയാണ് വെള്ളക്കുതിരപ്പുറത്ത് അതിൻ്റെ ജൈത്രയാത്ര ആരംഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി നമുക്ക് തുടർന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി ചിന്തിക്കാം. അപ്പോൾ തന്നെ ഇവിടെ 7-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഈ റാപ്ചറിന് ശേഷം സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. റാപ്ചർ കഴിഞ്ഞാൽ ഉടനെ ഇസ്രായേലിൽ ദൈവരാജ്യ സംബന്ധമായി നിർത്തിവെച്ചിരിക്കുന്ന ദൈവരാജ്യ സംബന്ധമായിട്ടുള്ള ശുശ്രൂഷകൾ പുനരാരംഭിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ തന്നെ അവിടെ ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നും 12,000 പേരെ വെച്ച് ഓരോ ഗോത്രത്തിൽ നിന്നും 1,44,000 പേരെ അവിടെ മുദ്രയിട്ട് വേർതിരിക്കുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ പിന്നീട് യോഹന്നാനെ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം മുതലുള്ള കാര്യങ്ങൾ യോഹന്നാന് കാണിച്ചു കൊടുക്കുകയാണ് ദൈവം, അതായത് ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച്. ഇതിൻ്റെ ശേഷം ഞാൻ സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിന് മുൻപേ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിൻ്റെ മുൻപിൽ കമിണു വീണു. ആമേൻ, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞു ദൈവത്തെ നമസ്കരിച്ചു. അപ്പോൾ 13-ാം വാക്യം വളരെ ശ്രദ്ധിക്കണം. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആരാണ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള 24 ശ്രേഷ്ഠന്മാരിൽ ഒരുവനായ ഒരു ശ്രേഷ്ഠ ദൂതൻ പറയുകയാണ്, അല്ലെങ്കിൽ മൂപ്പന്മാരിൽ ഒരുവൻ പറയുകയാണ്, ഈ വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്നവർ ആരാണ് യോഹന്നാനെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ 14-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുകയാണ്, യജമാനൻ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ എനിക്കിത് അറിയില്ല, അങ്ങേക്കിത് അറിയാമല്ലോ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തൊരു മഹാപുരുഷാരം സകല ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും റാപ്ചറായി സ്വർഗത്തിൽ നിൽക്കുന്ന കാഴ്ച യോഹന്നാനെ കാണിച്ചു കൊടുക്കുകയാണ്. ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ റാപ്ചറിനോടുള്ള ബന്ധത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തന്നെ ഇവിടെ യോഹന്നാൻ പറയുകയാണ്, ആ കൂട്ടരെ എനിക്ക് അറിയില്ല, അങ്ങേക്ക് അറിയാമല്ലോ എന്നുള്ളതാണ് യോഹന്നാൻ്റെ ആ വാക്കിൽ നിന്നുള്ള അർത്ഥം. അപ്പോൾ തന്നെ ഇവിടെ പറയുകയാണ്, ആ ദൂതൻ പറയുകയാണ്, അല്ലെങ്കിൽ ആ ശ്രേഷ്ഠൻ പറയുകയാണ്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു.
അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെയും സിംഹാസനത്തിൻ്റെയും മുൻപിൽ ഇരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കും. താഴേക്ക് വായിച്ചാൽ കൂടുതൽ വ്യക്തതയുണ്ടാവും. എങ്കിലും ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ പറയുകയാണ് അവർ വലിയ കഷ്ടത്തിൽ നിന്ന് വന്നവർ, മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. ഈ വാക്കെടുത്തുകൊണ്ട് അവർ പീഡാകാലത്തെ വിശുദ്ധരാണെന്നൊക്കെയും പഠിപ്പിക്കുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. ഇവിടെ പറയുന്നവർ മഹാകഷ്ടത്തിൽ നിന്നാണ് വന്നത്. അപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് മഹാകഷ്ടമില്ല. മേൽപ്പറഞ്ഞ 6 വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 4 മുദ്രകൾ പൊട്ടുമ്പോൾ, 1, 2, 3, 4 മുദ്രകൾ പൊട്ടുമ്പോൾ അവിടെ കഷ്ടത, നഗ്നത, പട്ടിണി അല്ലെങ്കിൽ പീഡ, ഇതൊക്കെയും ദൈവസഭയ്ക്കുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഇതെല്ലാം ദൈവസഭ അനുഭവിച്ചതാണ്. ഇതൊക്കെ പട്ടിണി, ദാരിദ്ര്യം, ഇങ്ങനെയുള്ള കഷ്ടതകളേ ഉള്ളൂ. ആ മഹാകഷ്ടങ്ങളിൽ നിന്നും, അതിനെയും ഒരു മഹാകഷ്ടം തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ലോകത്ത് കഷ്ടമുണ്ട് എന്നത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ കഷ്ടത്തിൽ നിന്നും വന്നവർ എന്നുള്ളൊരർത്ഥത്തിലും പറയാം. അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ അതായത് മഹാകഷ്ടത്തിൽ നിന്നും വന്നവർ എന്ന് പറഞ്ഞാൽ മഹാകഷ്ടം കൂടാതെ വന്നവർ എന്ന് പറഞ്ഞാൽ യഹൂദനെ സംബന്ധിച്ചുള്ള ഒരു 7 വർഷത്തെ പീഡാകാലമുണ്ട്. അതിൽ കടക്കാതെ അതിനു മുൻപ് റാപ്ചറായി വന്നവർ എന്നുള്ളൊരർത്ഥം കൂടി അതിനുണ്ട് എന്നുള്ളത് ഇംഗ്ലീഷ് അറിയാവുന്ന പ്രിയപ്പെട്ടവർ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സംശയമുള്ളവർ അത് രണ്ടും വെച്ച് പഠിച്ച് മുന്നോട്ട് നീക്കാം. എങ്കിലും ദൈവവചന അടിസ്ഥാനത്തിൽ മറ്റുള്ള ചില വാക്യങ്ങൾ കൊണ്ട് നമുക്ക് തെളിയിക്കാൻ കഴിയും ഇവിടെ നിൽക്കുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ് എന്നുള്ളത്. കാരണം ഇവർ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തൊരു ജനമാണ്. തന്നെയുമല്ല, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ യഹൂദൻ്റെ 7 വർഷ പീഡയ്ക്ക് മുൻപേ റാപ്ചർ ആകുമെന്നുള്ളത് തിരുവചനത്തിൽ പലയിടങ്ങളിൽ കാണുന്നുണ്ട്. എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? പൗലോസിൻ്റെ റോമാലേഖനം നമുക്ക് 8-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർക്കും വിടുവിക്കാൻ കഴിയുകയില്ല. ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനത്തിനോ ആർക്കെങ്കിലുമോ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ കഴിയുകയില്ല, വേർപിടിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക ലേഖനം 1-ന്റെ 10-ാം വാക്യത്തിൽ വായിക്കുകയാണ്, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വരും. അപ്പോൾ വരുവാനുള്ളൊരു കോപമുണ്ടെന്ന് പൗലോസിനറിയാം. കാരണം യഹൂദനായ പൗലോസിനറിയാം തൻ്റെ ജനത്തിന് 7 വർഷത്തെ ഒരു പീഡാകാലമുണ്ട്. ദാനിയേൽ പ്രവചിച്ച 70-ാം ആഴ്ചവട്ടം കഷ്ടതയുടെ ആ വളരെ, കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതും ഇനിയൊരിക്കൽ സംഭവിക്കാത്തതുമായ കഷ്ടം അന്നുണ്ടാകും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ആ കഷ്ടത്തിൽ നിന്ന് നമ്മളെ എന്ത് ചെയ്യും? കർത്താവ് വിടുവിക്കും. ആ കഷ്ടത്തിലൂടെ കയറ്റിവിടുമെന്നല്ല പറഞ്ഞത്, അതിനു മുൻപേ നമ്മളെ വിടുവിക്കുമെന്നാണ് പൗലോസോട് പറയുന്നത്. തന്നെയുമല്ല, റോമാലേഖനം 5-ന്റെ 8 മുതൽ 9 വാക്യങ്ങൾ വായിച്ചാൽ അവൻ്റെ രക്തത്താൽ നാം നീതീകരിക്കപ്പെട്ട ശേഷം, അതായത് അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 വാക്യങ്ങൾ ഞാൻ വായിച്ചു. എന്ന് പറഞ്ഞാൽ മഹാകോപം എന്ന് പറയുന്ന 7 വർഷത്തെ പീഡയ്ക്ക് മുൻപേ സഭയ്ക്ക് റാപ്ചർ സംഭവിക്കും. ആ സഭയുടെ റാപ്ചർ കഴിയുമ്പോൾ തന്നെയാണ് 144,000 പേരെ മുദ്രയിടുന്നു. അതിനുശേഷം 6-ാം മുദ്രയിലാണ് സംഭവിക്കുന്നത്. 6-ാം മുദ്രയ്ക്ക് ശേഷം 7-ാം മുദ്രയും കൂടി പൊട്ടിക്കാൻ ഇരിക്കുന്നുണ്ട്. ആ 7-ാം മുദ്ര പൊട്ടിക്കുമ്പോഴാണ് ഈ ലോകത്ത് വരുന്ന കഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് എന്ന് പറയുന്ന ദിവസം കർത്താവിൻ്റെ ക്രൂശിലൂടെ ഒഴുകിയ രക്തത്താലുള്ള സൗജന്യ രക്ഷ പ്രാപിച്ച് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടാൽ നമുക്കൊരു സ്വർഗം കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം സ്വർഗീയ പൗരന്മാരാണ് എന്നുള്ളതും ഫിലിപ്പിയ ലേഖനം 3-ന്റെ 20 പൗലോസ് അപ്പോസ്തലൻ പറയുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് സ്വർഗീയ പൗരത്വം വേണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നാം റാപ്ചറാകുന്ന സമയത്ത്, റാപ്ചറാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്തൊക്കെ സംഭവിച്ചു? ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുന്നു, സൂര്യൻ കരിമ്പടം പോലെ കറക്കുന്നു, ചന്ദ്രൻ രക്തതുല്യമായി തീരുന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴുന്നു, ആകാശം പെട്ടെന്ന് മാറിപ്പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ ആകാശം കീറി വിശുദ്ധരെ ഉയർപ്പിച്ച് വിശുദ്ധരെ രൂപാന്തരപ്പെടുത്തി ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ ആകാശം കീറി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ആകാശം മാറിപ്പോകുന്നത്. അപ്പോൾ തന്നെ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകുന്നു. രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല മനുഷ്യരും പേടിച്ചു വിറയ്ക്കുന്ന ഒരു വലിയ സംഭവമായിരിക്കും ഇനി കാണാൻ പോകുന്ന റാപ്ചർ എന്നുള്ള സംഭവം. പലരും പറയുന്നുണ്ട് റാപ്ചർ എന്നുള്ളത് രഹസ്യമായിട്ടുള്ള സംഭവമായിരിക്കുന്നു. ഒരിക്കലുമല്ല. കർത്താവ് താൻ ഗംഭീരനാദം ഇവിടെ പറയുകയാണ്. തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെ പഠിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദമുണ്ട്, ദൂതൻ്റെ ശബ്ദമുണ്ട്, ദൈവത്തിൻ്റെ കാഹളമുണ്ട്. ലാസറേ പുറത്തു വാ എന്ന് ഉച്ചത്തിൽ കർത്താവ് പറഞ്ഞുവെന്നാണ് പറയുന്നത്. കർത്താവ് ഉച്ചത്തിൽ പറയുമ്പോൾ മരിച്ചവൻ പുറത്തു വന്നുവെങ്കിൽ ഇന്നേക്ക് കോടാനുകോടി ജനങ്ങൾ 2000 വർഷമായിട്ട് കൃപയുടെ മക്കൾ മരിച്ചു കിടക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ ഉയർപ്പിക്കണം,
അപ്പോൾ തന്നെ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ രൂപാന്തരപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ഈ ഭൗമികമായ ശരീരം സ്വർഗീയമായ ശരീരമാക്കി ചേഞ്ച് ചെയ്യുന്നതിനെയാണ്, ഒരു ചേഞ്ച് ഓവർ സംഭവിക്കുന്നതിനെയാണ് രൂപാന്തരം എന്ന് പറയുന്നത്. കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ ഇതെല്ലാം സംഭവിച്ച് നമ്മൾ സ്മൂത്തായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, സ്വർഗത്തിലേക്ക് കടന്നു പോകും. പക്ഷേ ഈ സംഭവം സംഭവിക്കുമ്പോൾ ഈ ലോകം മുഴുവനും ഞെട്ടിവിറയ്ക്കുന്ന ഒരു സംഭവമായിരിക്കും. നമുക്കറിയാം, ഇന്ന് നമ്മുടെ വയനാട്ടിൽ വളരെ സങ്കടകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഉരുൾപൊട്ടിയിട്ട് അനേകം ആളുകൾ മരിച്ചിരിക്കുന്നു, അനേകം ആളുകൾ അതിൻ്റെ അടിയിൽ ഇപ്പോഴും ശേഷിച്ചിരിക്കുന്നു. രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരിക്കുന്നു, അല്ലേ? ഇന്ന് ലോകം മുഴുവനും അല്ലെങ്കിൽ കണ്ണുകൾ മുഴുവനും ആ പ്രദേശത്താണ് എന്ന് നമുക്കറിയാം. പല സഹായങ്ങൾ അവിടെ കടന്നു വരുന്നുണ്ട്. എന്നാൽ ഇതൊരു ഉരുൾപൊട്ടിയിട്ടുള്ള സംഭവമാണ്. ഒരു ഉരുൾപൊട്ടിയപ്പോൾ പോലും ഇത്രയും വലിയ സംഭവങ്ങൾ, കോളിളക്കങ്ങൾ ഉണ്ടായി എങ്കിൽ ഇവിടെ പറയുന്ന 6-ാം മുദ്ര പൊട്ടി നാം റാപ്ചറായി പോകുന്ന സമയത്ത് ഈ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നു. ആകാശം സൂര്യൻ കരിമ്പട പോലെ കറക്കുന്നു, ചന്ദ്രൻ രക്തതുല്യമാകുന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിക്കുന്നു. തന്നെയുമല്ല, ആകാശം മാറിപ്പോകുന്നു, മലയും ദ്വീപും സ്ഥാനത്ത് നിന്ന് ഇളകുന്നു. ഈ സമയത്ത് നമ്മളെ ഇന്ന് സഹായിക്കാൻ വരുന്ന നേതാക്കന്മാർക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് രാജാക്കന്മാർ, മഹത്തുക്കൾ, സഹസ്രാധിപൻ എന്ന് പറഞ്ഞാൽ ആയിരങ്ങൾക്കധിപൻ. അതായത് മിലിറ്ററി ഫോഴ്സിന് പോലും, അല്ലെങ്കിൽ മറ്റുള്ള രാജാക്കന്മാർക്ക്, ഉന്നതന്മാർക്ക്, രാഷ്ട്രത്തെ നയിക്കുന്നവർക്ക് പോലും ഒരു സഹായവും ചെയ്യാൻ കഴിയാതെ അവർ പേടിച്ച് മലകളിലും കുന്നുകളിലും അവർ തന്നെ ഓടി ഒളിക്കുന്ന ഒരു സംഭവം സംഭവിക്കും ഈ ലോകത്ത്. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിടിച്ചു നിൽക്കുവാൻ ആർക്കും കഴിയില്ല. ഇതാ കുഞ്ഞാടിൻ്റെ കോപം പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ളത് ദൈവകോപമാണിത് കാരണമെന്ന് അവർ മനസ്സിലാക്കിയെടുക്കാൻ പോവുകയാണ്. കാരണം ഇന്ന് പല രീതിയിൽ സുവിശേഷങ്ങൾ പറയുന്നുണ്ട്. സുവിശേഷങ്ങൾ പറയുമ്പോൾ അതിനെ എതിർക്കുന്നുണ്ട്, അതിനെ അടിച്ചമർത്തുന്നുണ്ട്. സുവിശേഷകരെ കൊല്ലുവാനുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെയും ഇനി ഭാവിയിൽ കൊണ്ടുവന്ന് സുവിശേഷകരെ ഒതുക്കിക്കളയാൻ ശ്രമിക്കും. ഈ സത്യസുവിശേഷം പറയുമ്പോൾ ഇതെല്ലാം വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഒരു വിദ്വേഷവും ഉണ്ടാക്കാനല്ല, കൃത്യമായ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വചനത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെയും കൃത്യമായി സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് മറ്റുള്ള 1-2 കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ചിന്തിക്കാം. 6-ാം മുദ്ര പൊട്ടി നാം റാപ്ചറായി കഴിയുമ്പോൾ തുടർന്ന് ഈ സംഭവങ്ങളൊക്കെയും ഭൂമിയിൽ സംഭവിച്ചതിന് ശേഷം 7-ാം മുദ്ര പൊട്ടിക്കുവാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ നാം എവിടെയാണ്? ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ സ്വർഗത്തിൽ കർത്താവിനോട് കൂടെയാണ്. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും, അപ്പോൾ തന്നെ നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്ന ആ വാക്യം നിവർത്തിച്ചുകൊണ്ട് നാം സ്വർഗത്തിലായിരിക്കുമ്പോൾ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ നാമും കർത്താവിനോട് കൂടെയുണ്ട്. ഈ ലോകത്തെ വിധിക്കുവാനും, അല്ലെങ്കിൽ ദൂതന്മാരെ, അല്ലെങ്കിൽ സാത്താനിക ദൂതന്മാരെ വിധിക്കുവാനും, അവരെ ന്യായവിധിക്ക് വേണ്ടി അവരുടെ ആ ന്യായവിധിയിൽ പങ്കെടുക്കുവാനും ദൈവം നമുക്ക് കർത്താവിനോടൊപ്പം ഇരുത്തി ഒരവസരം തരികയാണ്. 7-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ നാം സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ കർത്താവിനോട് കൂടി ഇരുന്നു കൊണ്ട് അടുത്ത മുദ്ര കർത്താവ് പൊട്ടിക്കുമ്പോൾ നാമും ഈ ലോകത്തെയും ദൂതന്മാരെയും ന്യായം വിധിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. നമുക്ക് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ഇങ്ങനെ പറയുകയാണ്, അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളവും ലഭിച്ചു. അപ്പോൾ 1-ാം മുദ്ര, 2-ാം മുദ്ര, 3-ാം മുദ്ര, 4-ാം മുദ്ര, 5-ാം മുദ്ര, 6-ാം മുദ്ര. 6-ാം മുദ്രയിൽ റാപ്ചറായതിനു ശേഷം 7-ാം മുദ്ര പൊട്ടിക്കുകയാണ്. 7-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? 7 ദൂതന്മാർക്ക്, അതായത് സ്വർഗത്തിൽ അരമണിക്കൂറോളം നിശബ്ദതയുണ്ടാവുകയാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ദൈവം ആ ന്യായവിധി നടത്തുവാൻ ഒരുങ്ങിയപ്പോൾ സ്വർഗം പോലും നിശ്ചലമായി പോയ ഒരു സംഭവം. എന്ന് പറഞ്ഞാൽ ഭയാനകതയെ സൂചിപ്പിക്കുന്ന ആ ഒരു നിശബ്ദത. നമുക്കറിയാം, ഇയ്യോബിൻ്റെ കഷ്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ ഇയ്യോബിൻ്റെ കഷ്ടത കണ്ട് 7 ദിവസം അവനെ ആശ്വസിപ്പിക്കാൻ വന്ന സ്നേഹിതന്മാർ മിണ്ടാതെ മൗനമായിരുന്നു. കാരണം അത്ര കഷ്ടമായിരുന്നു യോബിൻ്റെ അവസ്ഥ. മനസ്സിലായോ? ആ ജോബിൻ്റെ അവസ്ഥ കണ്ട് ഒന്നും പറയാതെ മിണ്ടാതിരുന്നത് പോലെ ഇവിടെ ഇതാ ഭൂമിയിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കണ്ടപ്പോൾ ദൈവം ആ ന്യായവിധി നടത്തുവാൻ ഒരുങ്ങുമ്പോൾ സ്വർഗം പോലും അരമണിക്കൂർ നിശബ്ദരായിരിക്കുകയാണ്. പിന്നെ തുടർന്ന് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ പറയുകയാണ്, 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളവും ലഭിച്ചു. ആ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 7 ദൂതന്മാർക്കുടെ കയ്യിൽ 7 കാഹളങ്ങളെ ദൈവം കൊടുത്തു. അവരെ ഓരോ കാഹളങ്ങളും ഓരോരുത്തർക്ക് ഊതുവാനുള്ള
കാര്യങ്ങളെ അറേഞ്ച് ചെയ്തിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ 6-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ നമുക്കൊന്ന് ചുരുക്കമായി ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. ഇവിടെ പറയുകയാണ്, 7 കാഹളമുള്ള ദൂതന്മാർ 7 കാഹളമൂതുവാൻ ഒരുങ്ങി നിന്നു. ഒന്നാമൻ ഊതി, അപ്പോൾ രക്തം കലർന്ന കന്മഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. അപ്പോൾ 7 ദൂതന്മാരുടെ കയ്യിൽ 7 കാഹളം കൊടുത്തിരിക്കുന്നു, 7-ാം മുദ്ര പൊട്ടിച്ചിരിക്കുന്നു. ആ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്നു? ഒന്നാമത്തവൻ ഊതിയപ്പോൾ ഇവിടെ രക്തം കലർന്ന ഒരു കൽമഴയും തീയും ഭൂമിയിൽ ചൊരിഞ്ഞുവെന്നാണ് പറയുന്നത്. ഭൂമിയിലേക്ക് ഇതാ കൽമഴയും തീയും വർഷിക്കുവാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ആ ഒന്നാമത്തവൻ തുടങ്ങി ബാക്കിയുള്ള 4 ദൂതന്മാരുടെ അല്ലെങ്കിൽ അവർ ഈ കാഹളം ഊതുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ചുരുക്കം വാക്കുകളിൽ നമുക്കൊന്ന് ശ്രമിക്കാം. എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുകയാണ്, ഒന്നാമത്തവൻ ഊതിയപ്പോൾ ഉണ്ടായ സംഭവം നമ്മൾ പറഞ്ഞു. രണ്ടാമത്തവൻ ഊതി, അപ്പോൾ എന്താണ് സംഭവിച്ചത്? തീ കത്തുന്ന വൻമല പോലെയൊരു ഒന്ന് സമുദ്രത്തിലേക്ക് എറിയപ്പെട്ടു. കടലിൽ 1/3 രക്തമായി തീർന്നു. കടലിലെ 1/3 രക്തമായി തീരുന്ന ഒരു ന്യായവിധി. അപ്പോൾ തന്നെ സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. സമുദ്രത്തിൽ പ്രാണനുള്ള ജീവനുള്ള സമുദ്രത്തിൽ അവയുണ്ടായി പെരുകട്ടെ എന്ന് പറഞ്ഞ ആ മത്സ്യസമ്പത്തും ആ കടലിലെ സമ്പത്തിൽ 1/3 ഇവിടെ ഇതാ ചത്തുപോവുകയാണ്. കപ്പലുകളിൽ 1/3 ഛേദം വന്നു. ഇന്ന് കടലിൽ ഓടുന്ന കപ്പലുകളിൽ 1/3 ഇവിടെ ഇതാ നശിക്കാൻ പോകുന്നൊരു ന്യായവിധിയാണ് രണ്ടാമത്തെ ദൂതൻ ഊതുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ മൂന്നാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു. നദികളിൽ 1/3 നീരുറവുകളിന്മേലുമായിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെ ആയി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. ഇതാ 1/3 ജലസമ്പത്തിനെ വിഷമയമാക്കിക്കൊണ്ടുള്ള അടുത്തൊരു ന്യായവിധി. ഇത് കുടിക്കുന്നവർ മരിച്ചു വീഴുന്നൊരു സാഹചര്യം. പ്രിയമുള്ളവരെ, റാപ്ചർ കഴിഞ്ഞ ആ റാപ്ചറോട് കൂടി ഉണ്ടാകുന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇവിടെയുള്ള ലോക നേതാക്കന്മാരൊക്കെയും ശേഷിക്കുന്നവർ, രക്ഷിക്കപ്പെടാത്ത സകലരും ഇവിടെ നിന്നുകൊണ്ട് നിലവിളിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. തന്നെയുമല്ല, 7-ാം മുദ്ര പൊട്ടിക്കഴിയുമ്പോൾ ഓരോരോ ദൂതന്മാർ അവരുടെ കാഹളങ്ങളെ ഊതുകയാണ്. ഭൂമിയിൽ 1/3 ആകാശത്തിൽ, സൂര്യനിൽ, ചന്ദ്രനിൽ അല്ലെങ്കിൽ സമുദ്രത്തിൽ, ഇതിലെല്ലാം 1/3 ദൈവം തകർത്ത് തരിപ്പണമാക്കുകയാണ്. ഞാൻ ഒന്ന് പറയട്ടെ, ഇന്ന് നമ്മുടെ വയനാട്ടിൽ ഒരു ചെറുതല്ല വലിയൊരു ഉരുൾപൊട്ടലുണ്ടായി. അതിൻ്റെ ആ പ്രകമ്പനം തന്നെ, അതിൻ്റെ ആ ഒരു വലിയ ഞെട്ടൽ തന്നെ കേരള സമൂഹത്തെ വിട്ടുമാറിയിട്ടില്ല. അത് വളരെ ഞെട്ടലോടെയാണ് നോക്കിക്കാണുന്നത്, വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് അത് നോക്കിക്കാണുന്നത്. എന്നാൽ ഇവിടെ ഇതാ ഈ ലോകത്തിലെ 1/3 വ്യവസ്ഥയിൽ, സൂര്യനിൽ, ചന്ദ്രനിൽ, ഭൂമിയിൽ ന്യായവിധി നടത്തുകയാണ്. അപ്പോൾ തന്നെ 5-ാമത്തെ ദൂതൻ ഓതുന്നു. അപ്പോൾ തുടർന്ന് കാര്യങ്ങൾ സംഭവിക്കുന്നു. അക്കാലത്ത് 9-ന്റെ 6-ാം വാക്യത്തിൽ പറയുകയാണ്, അക്കാലത്ത് മനുഷ്യർ മരണമന്വേഷിക്കും, കാണുകയില്ലതാനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. ഇവിടെ എന്താണ് പറയുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ മരിച്ചാൽ മതി എന്ന് ചിന്തിക്കും. എന്നാൽ മരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി ദൈവം അവിടെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വായിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ലതാനും എന്ന് ഇതെല്ലാം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം തന്നത്. ആ ശിക്ഷകൾ മുഴുവൻ അനുഭവിപ്പിച്ചേ ശേഷം ന്യായവിധികൾ അനുഭവിപ്പിച്ചേ ദൈവം ശേഷിക്കുന്ന മനുഷ്യരെ മുന്നോട്ട് നയിക്കുകയുള്ളൂ. മരിക്കാൻ കൊതിച്ചാൽ പോലും മരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കാരണം ഇത് ദൈവമാണ് ആ ന്യായവിധി നടത്തുന്നത്. അപ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 9-ാം അധ്യായത്തിൽ ഒരു വലിയ ലോകമഹായുദ്ധം നടക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ തന്നെ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ഈ ലോകം, സൃഷ്ടിപ്രപഞ്ചം, ഇതെല്ലാം അനുഭവിച്ച്, ഇതിലെല്ലാം സഞ്ചരിച്ച്, ഇതിലെല്ലാം ആസ്വദിച്ച്, എന്നിട്ടും ദൈവത്തെ അറിയാതെ, ദൈവമില്ല എന്ന് പറയുന്ന ഈ മനുഷ്യരെ ദൈവമുണ്ട് നിശ്ചയമെന്ന് പഠിപ്പിക്കുന്ന ന്യായവിധികളാണ് ഈ പ്രപഞ്ചത്തിന്മേലുള്ള ന്യായവിധിയിലൂടെ ദൈവം പഠിപ്പിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ മനുഷ്യർക്ക് മനസ്സിലാകും, ദൈവമുണ്ട് എന്ന് മനസ്സിലാകണം. എന്നാൽ ദൈവം നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. ഈ ന്യായവിധിയുടെ ഇടയിലൊക്കെയും ദൈവം രക്ഷിക്കപ്പെടുവാനുള്ള ആഹ്വാനത്താൽ ദൈവത്തിൻ്റെ ദാസന്മാരെ അവിടെ എഴുന്നേൽപ്പിക്കുന്നുമുണ്ട്. നമുക്കത് പിന്നീട് ചിന്തിക്കാം. ഇപ്പോൾ പറയുകയാണ്, അതായത് ഒരു വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ
10-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്, തേളിലുള്ളതുപോലെ വാലും വിഷമുള്ളും ഉണ്ട്, മനുഷ്യരെ 5 മാസം ഉപദ്രവിക്കുവാൻ അതിനുള്ള ശക്തി വാലിലായിരുന്നു. എന്ന് പറഞ്ഞാൽ തേളിനെ പോലെ കുത്തുന്ന ചില വെട്ടുകിളികൾ കടന്നു വന്നുകൊണ്ട് 5 മാസക്കാലം മനുഷ്യരെ കുത്തി വേദനിപ്പിക്കുന്ന ഒരു ശിക്ഷാവധി. എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞാൽ, നമ്മളല്ല, റാപ്ചറിൽ എടുക്കപ്പെടാതെ ശേഷിക്കുന്ന മനുഷ്യർ ഇവിടെ ഭൂമിയിലുണ്ടെങ്കിൽ വെട്ടുകിളികൾ വന്ന് തേള് കുത്തുന്നത് പോലെ കുത്തിക്കൊണ്ടു പോകുന്ന 5 മാസം അതിൻ്റെ ശല്യം ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ സാധാരണ വെട്ടുകിളി, പച്ചപ്പുല്ല് തിന്നുന്ന വെട്ടുകിളി വന്നിട്ട് ആ ദേശം മുഴുവനും കാർന്നു തിന്ന ചരിത്രം നമുക്കറിയാം. ഇവിടെ ഇതാ മനുഷ്യരെ കുത്തി നോവിക്കുവാൻ 5 മാസക്കാലം വേദനിപ്പിക്കുവാൻ വേണ്ടി ഒരു ശിക്ഷാവിധി, ന്യായവിധി കൊടുക്കുകയാണ്. തന്നെയുമല്ല, 6-ാമത്തെ ദൂതൻ ഊതുമ്പോൾ ഒരു സംഭവം സംഭവിക്കും. എന്ന് പറഞ്ഞാൽ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ 7 ദൂതന്മാർ കടന്നു വരുന്നു. 1-ാമൻ, 2-ാമൻ, 3-ാമൻ, 4-ാമൻ, 5-ാമൻ ഊതി 6-ാമൻ ഊതുമ്പോൾ മറ്റൊരു സംഭവം സംഭവിക്കുകയാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ സ്വർണ്ണപീഠത്തിൻ്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള 6-ാം ദൂതനോട്, യൂഫ്രത്തോസ് എന്ന മഹാനദി തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട്, മാസം, ദിവസം, നാഴികയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. റാപ്ചറിന് ശേഷം ഈ ഭൂമിയിൽ 6-ാമത്തെ ദൂതൻ ഊതുമ്പോൾ അവിടെ ഇതാ യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ചിട്ടിരിക്കുന്ന ചില പൈശാചിക ആത്മാക്കളെ കർത്താവ് തുറന്നു വിടുകയാണ്. അതിനെക്കുറിച്ചൊക്കെയും യൂദായുടെ ലേഖനത്തിൻ്റെ 1-ാം വാക്യത്തിലും പത്രോസിൻ്റെ ലേഖനത്തിലൊക്കെയും പറഞ്ഞിട്ടുണ്ട്. അവരെ ശിക്ഷിക്കുവാൻ വേണ്ടി അന്ധതമസിൽ ചങ്ങലയിട്ടിരിക്കുന്നു. അപ്പോൾ ദൈവമല്ലാത്തതിനെ ആരാധിച്ചവരെ ദൈവമല്ലാത്ത പൈശാചിക ശക്തികളെ കൊണ്ട് തന്നെ ന്യായം വിധിപ്പിക്കുവാൻ ദൈവം തുടങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കാതിരിക്കുന്നവർക്ക് അവർ ആരാധിച്ച പൈശാചികന്മാരിൽ ചിലരെ ദൈവം ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അവരെ കൂടി അഴിച്ചിട്ടിട്ട് അവരിലൂടെ തന്നെ ദൈവമല്ലാത്തതിനെ കൊണ്ട് തന്നെ ഇവർ ആരാധിച്ചിരുന്ന ദൈവമൂർത്തികളെ കൊണ്ട് തന്നെ എന്ത് ചെയ്യും? ആ ശിക്ഷാ നടപടികൾ ദൈവം എടുക്കും. അപ്പോൾ പറയുകയാണ്, അത് 1 വർഷവും 1 മാസവും 1 മണിക്കൂറും നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായിരിക്കും. അതൊരു 3-ാം ലോക മഹായുദ്ധമായിരിക്കും. ഈ യുദ്ധത്തിൽ എത്ര പേര് മരിക്കും? ഇവിടെ പറയുകയാണ്, കാഞ്ഞിരം പോലെയുള്ള ആ നക്ഷത്ര ഭൂമിയിൽ പതിച്ചപ്പോൾ വെള്ളം കുടിക്കുന്നവർ അനേകർ മരിച്ചുപോയി, ബാധകളാൽ അനേകർ മരിച്ചുപോയി. പിന്നീട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടക്കുന്ന 1 വർഷവും 1 മാസവും 1 മണിക്കൂറും നടക്കുന്ന ഈ യുദ്ധത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ പറയുകയാണ്, ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ. എന്ന് പറഞ്ഞാൽ ജനസംഖ്യയിലെ ആ 6-ാമത്തെ ദൂതൻ ഊതുമ്പോൾ ഈ ഭൂമിയിൽ എത്ര പേരുണ്ടോ അതിൽ 1/3 ഇങ്ങനെ ഈ മഹായുദ്ധത്തിൽ മരിക്കും. നമുക്കറിയാം, 1-ാം ലോക മഹായുദ്ധം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. 2-ാം ലോക മഹായുദ്ധം അതിലും കൂടുതൽ ദശലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. എന്നാൽ ഇവിടെ ഇതാ തേർഡ് വേൾഡ് വാർ, 3-ാം ലോക മഹായുദ്ധം എന്ന് പറയുന്ന ഒരു മഹായുദ്ധം, ജനസംഖ്യയിൽ 1/3 മരിച്ചു വീഴുമെന്ന് ദൈവവചനമാണ് പറയുന്നത്. ഇതാണ് പ്രവാചകന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഭാവിയെക്കുറിച്ച് അറിയണമെങ്കിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ചവർ അത് പറയുമ്പോൾ അത് കേൾക്കണം. ഇവിടെ ഇതാ 1/3 ജനസംഖ്യ മരിച്ചു വീഴാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, എന്നിട്ട് എൻ്റെ വിഷയം ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇത്രയും ന്യായവിധികൾ നടക്കുമ്പോൾ ഈ സമുദ്രത്തിൻ്റെ മേലും ആകാശത്തിന്മേലും ഭൂമിമേലും ദൈവം മനുഷ്യരെ സൃഷ്ടിച്ച് നല്ലതെന്ന് പറഞ്ഞു കൊടുത്ത് ഉപയോഗിക്കാൻ കൊടുത്ത എല്ലാ സംവിധാനത്തിൻ്റെ മേലും ദൈവം ന്യായവിധി അയച്ച് മനുഷ്യരിൽ അനേകം പേർ മരിച്ചു വീഴുമ്പോൾ ഒരു 3-ാം ലോക മഹായുദ്ധമുണ്ടായി. അതിൽ 1/3 പേർ ജനസംഖ്യ മരിച്ചു വീഴുന്നൊരു സാഹചര്യത്തിൽ ജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ വികാരം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. ഇവിടെ പറയുകയാണ്, ഇപ്പോൾ തന്നെ നമുക്കറിയാം, മനുഷ്യർ ചോദിച്ചു തുടങ്ങി, നമ്മുടെ വയനാട്ടിൽ ഉരുൾപൊട്ടിയപ്പോൾ ദൈവമില്ലേ, ദൈവം കുരുടനാണോ, ദൈവം അന്ധനാണോ, ദൈവത്തെ പഴിച്ചുകൊണ്ടാണ് ഇന്ന് സംസാരിക്കുന്നത് അല്ലേ? അതിൽ വിശ്വാസികളെന്ന് പറയുന്ന അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കുന്നവർ പോലും പറയുന്നുണ്ട്, ദൈവം കണ്ണ് കാണുന്നില്ലേ, ദൈവം സംരക്ഷിക്കുന്നില്ലേ, ഞങ്ങൾ പ്രാർത്ഥിച്ചതല്ലേ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? പ്രിയമുള്ളവരെ, ഇവിടെ ഇത്രയും ബാധകളും ലോകമഹായുദ്ധങ്ങളും സംഭവിക്കുമ്പോൾ മനുഷ്യർക്കുണ്ടാകുന്ന വികാരത്തെക്കുറിച്ച് ബൈബിളിൽ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 20-ഉം 21-ഉം വാക്യത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം. ഈ ബാധകളാൽ മരിച്ചു പോകാതെ ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാൺമാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ടു മാനസാന്തരപ്പെട്ടില്ല.
തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ടു മാനസാന്തരപ്പെട്ടതുമില്ല. എന്താണ് പറയുന്നത്? ഇത്രയും ബാധകളൊക്കെയും ലോകത്ത് ദൈവം അയച്ചിട്ട്, ഇതൊക്കെയും അയച്ചത് ദൈവത്തിലേക്കൊന്ന് തിരിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ദൈവം പറഞ്ഞു നോക്കും, ദൈവം കാര്യങ്ങൾ ഇടപെട്ട് നോക്കും, എന്നിട്ടും പറ്റില്ല ഈ തല്ലി നോക്കും, എന്നിട്ടും അവർ മാനസാന്തരപ്പെടാത്തൊരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. ഇത്രയൊക്കെയും കാര്യങ്ങൾ ഭൂമിയിൽ സംഭവിച്ചിട്ട് ദൈവത്തെ ദുഷിച്ച് പറയുന്നതല്ലാതെ അവർ മാനസാന്തരപ്പെട്ടില്ല. ഇവിടെ പറയുകയാണ് ദുർഭൂതങ്ങളെയും എന്ന് പറഞ്ഞാൽ ദൈവത്തെ അല്ലാതെ ആരൊക്കെ എന്തിനൊക്കെ ആരാധിക്കുന്നുണ്ടോ അതിനെയെല്ലാം ദുർഭൂതം എന്നാണ് പറയുന്നത്, പൈശാചികമെന്നാണ് പറയുന്നത്. ബൈബിൾ ഇവിടെ പറയുന്നു ചെമ്പ്, കല്ല്, മരം, പൊന്ന്, വെള്ളി അല്ലെ, വിഗ്രഹാരാധന. ഇന്ന് ലോകത്ത് നല്ലൊരു ശതമാനം പേരും വിഗ്രഹത്തെയും പശുക്കളെയും മറ്റുള്ള മൃഗങ്ങളെയും ഒക്കെ ആരാധിക്കുന്നവരാണ്. ദൈവത്തെ, ഇതെല്ലാം ഉണ്ടാക്കിയ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ദൈവസൃഷ്ടികളായി ഇവയെ, പാമ്പിനെയും തേളിനെയും ഒക്കെയും ആരാധിച്ച് നടക്കുന്നവർ ഇവിടെ അതൊന്നും വിട്ട് തിരിയുന്നില്ല. എന്നിട്ട് പറയാം അവർ മാനസാന്തരപ്പെടുന്നില്ല. തന്നെയുമല്ല, തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, മന്ത്രവാദം അല്ലെങ്കിൽ ദുർനടപ്പ്, മോഷണം ഇവ വിട്ടു മാനസാന്തരപ്പെട്ടതുമില്ല എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പോൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം, 7-ാം അധ്യായം 8ഉം 9ഉം വാക്യങ്ങൾ മാത്രമാണ് തൊട്ടത്. ഞാനതൊന്ന് രത്നചുരുക്കമായി ഞാനൊന്ന് പറയട്ടെ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ആ വെള്ളക്കുതിരയുടെ പുറത്ത് കയറി, അല്ലെങ്കിൽ ആ വെള്ളക്കുതിരയുടെ ദൈവം അയച്ചിരിക്കുന്ന ആ കുതിരയുടെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ ജൈത്രയാത്രയിലേക്ക് അത് പോവുകയാണ്. മനസ്സിലായോ? അത് അവൻ ജയിക്കുന്നവനായും ജയിപ്പാനുമായും പുറപ്പെടുകയാണ്. എന്നാൽ തുടർന്ന് പൊട്ടുന്ന 2-3 മുദ്രകൾ, 4-ാം മുദ്ര വരെയുള്ള സംഭവങ്ങൾ ഇന്ന് നാം ആനുകാലികമായി നിൽക്കുന്നത് 4-ാം മുദ്രയിലാണ്. അതിൽ തന്നെ അവസാന ന്യായവിധിയായ മൃഗങ്ങളെ കൊണ്ടുള്ള ആക്രമണത്തിന് നടുവിൽ നാം ആയിരിക്കുന്നു. ഈ സംഭവങ്ങളിലൂടെ ഒക്കെയും ദൈവസഭ സഞ്ചരിച്ച് ഇന്നിതാ വിജയശ്രീ ലാളിതരായി നിൽക്കുകയാണ്. പക്ഷേ ഇവർക്ക് കഷ്ടമുണ്ട്, പട്ടിണിയുണ്ട്, ദാരിദ്ര്യമുണ്ട്, നഗ്നതയുണ്ട്, മനസ്സിലായോ, വരാനുള്ളതുണ്ട്. ഇതെല്ലാത്തിൻ്റെ ഇടയിൽ നിന്നും ഇവർ വിജയം പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് 6-ാം മുദ്ര പൊട്ടുമ്പോൾ, അല്ലെങ്കിൽ 5-ാം മുദ്ര പൊട്ടുമ്പോൾ, നമ്മൾ ഇവിടെ കുറേ പേർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ രക്തസാക്ഷികളായി മരിക്കേണ്ട ആവശ്യകത വരും. അതോടുകൂടി ജാതികൾക്ക് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ഈ കാലാവധി ദൈവം നിർത്തിവെക്കും. അതിനുശേഷം 6-ാം മുദ്രയിൽ റാപ്ചറായി നാം സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ വലിയൊരു ഭൂകമ്പവും കോളിളക്കങ്ങളും സംഭവിക്കും. ഈ ലോകം മുഴുവനും ഞെട്ടിവിറയ്ക്കും. എന്നാൽ പിന്നീട് 7-ാമത്തെ മുദ്ര കൂടി പൊട്ടിക്കുമ്പോൾ ലോകത്തിൻ്റെ താളങ്ങൾ മുഴുവനും തെറ്റും. ഈ ലോകവ്യവസ്ഥിതിയുടെ 1/3 താളം തെറ്റിക്കിടക്കുമ്പോൾ അവിടെ ദൈവം അയക്കുന്ന ഈ വെട്ടുകിളികളുടെ ശല്യം, അല്ലെങ്കിൽ ഇവിടെ വരാനിരിക്കുന്ന ലോകമഹായുദ്ധം, ഈ യുദ്ധത്തിൻ്റെ കോളിളക്കത്തിൻ്റെ ഇടയിൽ പെട്ടിരിക്കുന്ന മനുഷ്യർ വളരെ പ്രയാസപ്പെടും. എന്നാൽ പോലും അവർ ദൈവത്തിലേക്ക് വരികയില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ദൈവം അനുവദിച്ചാൽ 10-ാം അധ്യായം തുടങ്ങി നമുക്ക് മുന്നോട്ട് അല്പമായി ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. അപ്പോൾ തന്നെ ഒരു വാക്കിൽ നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഇത്രയും സംഭവങ്ങൾ സംഭവിച്ചതിന് ശേഷം അവിടെ ഇസ്രായേലിൽ ഈ ലോകമഹായുദ്ധത്തിന് ശേഷം ഒരു ദൈവാലയം പണിയും, ഇസ്രായേലിൻ്റെ ആലയം പണി സ്ഥാപിക്കും. അതിനുശേഷം ആ ആലയത്തിൻ്റെ മുറ്റത്ത് നിന്ന് 2 സാക്ഷികൾ 11-ാം അധ്യായത്തിൽ പ്രവചിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ ഇസ്രായേൽ എന്ന സ്ത്രീ ഈ 144,000 പേരെ പ്രസവിക്കുന്നതായി കാണാം. അവരിലൂടെ ഈ ലോകം മുഴുവനും സുവിശേഷീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2 സാക്ഷികൾ, 144,000 പേർ അന്ത്യകാല ശുശ്രൂഷയിൽ അവിടെ വളരെ വ്യക്തമായി ലോകത്തിൻ്റെ അറുതികൾ വരെയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും. നിർത്തിവെച്ചിരിക്കുന്ന രാജ്യത്തിൻ്റെ സുവിശേഷം അവർ പ്രസംഗിക്കപ്പെടും. എന്നാൽ അവർ മുദ്രിതരായതുകൊണ്ട് അവരെ തൊടുവാൻ കഴിയുകയില്ല. പിന്നീട് ഈ 2 പ്രവാചകന്മാർ കൊല്ലപ്പെടും. അതിനുശേഷം എതിർ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യും. അതിലും മുൻപായി ഈ 144,000 പേരെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതായിട്ടും ഇവിടെ പറയുന്നുണ്ട് 14-ാം അധ്യായത്തിൽ. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? അതിനുശേഷം അവിടെ എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയോട് എതിർത്ത് നിന്ന് ജയം പ്രാപിക്കുന്ന ഒരു രക്തസാക്ഷികൾ, അവിടെയാണ് മഹാപീഡാകാലത്തിലെ രക്തസാക്ഷികളെ കാണുന്നത്. നമ്മൾ നേരത്തെ വായിച്ച എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വലിയൊരു പുരുഷാരം, അതല്ല പീഡാകാല രക്തസാക്ഷികൾ, അത് ബോഡി ഓഫ് ക്രൈസ്റ്റും. ഇത് 15-ാം അധ്യായത്തിൽ പറയുന്ന, അല്ലെങ്കിൽ മൃഗത്തിൻ്റെ പ്രതിമയോട് ജയിച്ചവർ എന്ന് പറയുന്നവരാണ് ഇവിടെ മഹാപീഡ വിശുദ്ധന്മാർ എന്ന് പറയുന്നത്. കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകും. അതിനുശേഷം ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച ബാബിലോൺ, മഹാബാബിലോൺ എന്ന് പറഞ്ഞാൽ ജെറുസലേം എന്ന ആ വിശുദ്ധ നഗരമായിരുന്നവൾ അശുദ്ധയായി തീർന്നപ്പോൾ മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെ മാതാവ് എന്ന് പറയുന്ന ആ ഇസ്രായേലിലെ പുരോഹിത ആ മേലധികാര വർഗത്തെ ദൈവം ന്യായം വിധിക്കും. അതാണ് മഹദിയാം ബാബിലോൺ. അവളുടെ ന്യായവിധിയും കഴിഞ്ഞിട്ട്
കുഞ്ഞാട് ഇറങ്ങി വരികയാണ് ഈ ലോകത്തിലേക്ക്. കർത്താവ് മഹത്വ പ്രത്യക്ഷതയിൽ ഇറങ്ങി വരികയാണ്. മഹത്വ പ്രത്യക്ഷത നടത്തുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പത്രോസ് ചോദിച്ചു, കർത്താവെ, എല്ലാം ഉപേക്ഷിച്ച് ഞാൻ അങ്ങയെ പിൻപറ്റുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? പുനരുദ്ധാനത്തിൽ നിങ്ങൾ എന്നോട് കൂടി ഇരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കും. കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെ ഇതാ 20-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ന്യായാസനങ്ങളെ കാണുകയാണ്. ചിലർക്ക് അവിടെ ഇരുന്ന് അധികാരം നടത്തുവാൻ അധികാരം കൊടുക്കുകയാണ്. ആ സമയത്താണ് പത്രോസും കൂട്ടരും പഴയ നിയമ വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കുന്നത്. അതിനുശേഷം അവർ 1000 ആണ്ടിലേക്ക് കടക്കും. 1000 ആണ്ടിന് ശേഷം പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോഴിതാ എഫെസ് ലേഖനം 1-10 വാക്യപ്രകാരം സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ക്രിസ്തുവിൽ ഒന്നിക്കുക എന്നിങ്ങനെയുള്ള ഒരു കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട്, എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള ബോഡി ഓഫ് ക്രൈസ്റ്റും ഭൂമിയിലുള്ള ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റും ഇത് രണ്ടും പുത്തനാം യെരുശലേമിൽ ഒന്നിക്കും. അപ്പോൾ തന്നെ 7 വർഷത്തെ പീഡയും അല്ലെങ്കിൽ ഈ 1000 വർഷം യഹൂദന്റെ ഇവിടുത്തെ ഭരണവും അതിനിടയിൽ രക്ഷിക്കപ്പെടുന്ന ജാതികളും ഒരു ഫിൽട്ടർ വർക്കിലൂടെ 1000 വർഷം കഴിയുമ്പോൾ സാത്താൻ അഴിച്ചുവിടുന്നുണ്ട്, ജാതികളെ വശീകരിക്കുന്നുണ്ട്. ദൈവം അവിടെ ഒരു ഫിൽട്ടർ വർക്ക് ചെയ്യുന്നു. എന്നാൽ അവിടെയും ശേഷിക്കുന്ന ഒരു കൂട്ടം ജാതികളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ രാജകീയ പുരോഹിതന്മാരാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലെ പൗരന്മാരായിരിക്കുമ്പോൾ തന്നെ സ്വർഗീയ രാജകീയ പുരോഹിതന്മാരായിരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ കീഴിൽ മണവാട്ടി സഭ ഈ ഭൂമിയിൽ ജെറുസലേമിൽ അവർ എന്ത് ചെയ്യുന്നു? അവർ ദൈവത്തിൻ്റെ പുരോഹിതന്മാരായി ശുശ്രൂഷ ചെയ്യുകയാണ്. എന്നാൽ അതിലും താഴെ ആരാണ് ഇരിക്കുന്നത്? ഈ എല്ലാ പീഡകളും കഴിഞ്ഞ് അതിജീവിക്കുന്ന ജാതികളായി അവർക്ക് വേണ്ടിയുള്ള പുരോഹിതന്മാരായി ഇസ്രായേലിന് കൊടുത്ത വാഗ്ദത്ത പദ്ധതിയിൽ ഉളവായി തീർന്ന മണവാട്ടി സഭ അവരെ മേയ്ക്കുകയും ചെയ്യും. അപ്പോൾ ജാതികൾ, മണവാട്ടി സഭ, അതിനും മീതെ ബോഡി ഓഫ് ക്രൈസ്റ്റ്, അതിനും മീതെ ക്രിസ്തുവെന്ന തല, അതിനും മീതെ ദൈവമാകുന്ന തല. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകും. പ്രൈസ് ദി ലോർഡ്. പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലേക്കും വരുന്ന പുത്തനാം യെരുശലേമിൽ ദൈവം ഇതെല്ലാം പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇന്ന് ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ ആരുമില്ല എന്നുള്ളത് നമുക്ക് വാസ്തവമായി നമുക്ക് മനസ്സിലാക്കണം. കാരണം ഇനി വരാൻ പോകുന്നത് നമ്മുടെ മന്ത്രിമാർക്കോ നമ്മുടെ സംവിധാനങ്ങൾക്കോ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളാണ് കടന്നു വരാൻ പോകുന്നത്. അവർക്ക് തന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ഇതാ ഇവിടെ സൗജന്യമായി നമുക്ക് നിത്യമായും ദൈവസന്നിധിയിൽ ആനന്ദത്തോടു കൂടെ ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം. ആ സാഹചര്യം എങ്ങനെയാണ്? കർത്താവായ യേശു ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതിലുള്ള ആഴമായ വിശ്വാസത്താൽ എനിക്ക് സൗജന്യമായി ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് ചേരുവാൻ ദൈവം അധികാരം നൽകുന്നു, അല്ലെങ്കിൽ കൃപ നൽകുന്നു. അങ്ങനെ കൃപയാലല്ലോ, വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നമ്മുടെ പ്രവൃത്തികൾ കാരണമല്ല എന്നൊക്കെ പറയുന്ന ആ തിരുവചനങ്ങളെ നിവർത്തിച്ചുകൊണ്ട് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഈ കാര്യങ്ങളെയൊക്കെ ചെയ്യും. വിശ്വസിക്കാത്തവർ ഈ കഷ്ടത അനുഭവിച്ച് നാശത്തിലേക്കും നരകത്തിലേക്കും പോകുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവം നമ്മുടെ ഭാവിയെക്കുറിച്ച് കൃത്യമായി ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഈ ഭാവി ശുഭഭാവിയാണ്, നമുക്ക് വേണ്ടിയുള്ളൊരു നല്ല ഭാവിയാണ്. ഇത് വേണമോ അതോ ലോക നേതാക്കന്മാർ നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്ന ഭാവി വേണമോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ ഭാവിയിൽ ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് കൃത്യമായി ദൈവവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ വചനത്തിൽ വിശ്വസിക്കുക, രക്ഷ പ്രാപിക്കുവാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.